ശ്രീ സന്ദീപ് വാര്യർ, സുപ്രധാന രാഷ്ട്രീയ വിഷയങ്ങൾ, ജനങ്ങളുടെ വിഷയങ്ങൾ ഉന്നയിക്കപ്പെടേണ്ട ഒരു വേളയാണ് തിരഞ്ഞെടുപ്പ്. ആ തിരഞ്ഞെടുപ്പിൽ വയനാട്ടിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തിൻ്റെ പേര് മാറ്റണം എന്നുള്ളത് ഒരു വിഷയമാക്കുന്നതിൻ്റെ യുക്തി എന്താണ്? എത്രയോ കാലമായി വയനാട്ടുകാർ, ആ നാട്ടുകാർ ബത്തേരി ബത്തേരി എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലത്തെ ഗണപതി വട്ടം എന്ന് ഇനി മുതൽ വിളിക്കണം, ആ പേര് അങ്ങനെ മാറ്റണം എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഒരു കഥ വേണ്ടേ? നമ്മുടെ നാട്ടിലെ പല സ്ഥലനാമങ്ങളും മുമ്പ് വേറെ പേരുകളിലൊക്കെ അറിയപ്പെട്ടിട്ടുണ്ടാകാം. അത് വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അങ്ങനെ ആയിരുന്നിരിക്കാം എന്ന് കരുതി പഴയതിലേക്ക് പോകണം എന്ന് പറയുന്നതിന്റെ കാര്യം എന്താണ്? അഭിലാഷ്, ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപായിട്ട് ഈ ചർച്ചയുടെ സുഗമമായിട്ടുള്ള മുന്നോട്ട് പോക്കിന് നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, സുരേന്ദ്രൻ പറഞ്ഞ കാര്യം, അതായത് ബത്തേരിയുടെ പൂർവ്വനാമം അത് ഗണപതി വട്ടം എന്നായിരുന്നു എന്നുള്ള ചരിത്ര സത്യം, ആ സുരേന്ദ്രൻ പറഞ്ഞത് ഫാക്ച്വലി കറക്റ്റാണ് എന്ന് നിങ്ങളെങ്കിലും സമ്മതിക്കണം. അതിനുള്ള ബൗദ്ധികമായിട്ടുള്ള സത്യസന്ധത ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റാളുകളും താങ്കളും അത് കാണിക്കേണ്ടത്. അഭിലാഷ്, ഒരു സെക്കൻഡ്. എനിക്ക് നിങ്ങളുടെ അജണ്ട വ്യക്തമായി അറിയുന്നത് കൊണ്ടാണ് പറയുന്നത്. ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്നത് കേവലം രാഷ്ട്രീയക്കാർ മാത്രമല്ല, ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്നതിൽ വിദ്യാർത്ഥികളുണ്ട്. PSCയിലടക്കം വരുന്ന ചോദ്യമാണ്, ബത്തേരിയുടെ പഴയ നാമം എന്താണ്, ആദ്യ നാമം എന്താണ്? അത് ഗണപതി വട്ടം എന്നാണ്. അപ്പൊ കെ സുരേന്ദ്രൻ പറഞ്ഞത് ഫാക്ച്വലി കറക്റ്റ് ആണ്, ചരിത്രപരമായി ശരിയാണ് എന്ന് സമ്മതിക്കാനുള്ള ബൗദ്ധികമായ നോക്കൂ, നമ്മുടെ എന്നൊരു ചർച്ചയിൽ മുന്നോട്ട് പോവാം. അല്ല, ഓക്കെ, ആ വിഷയം നിങ്ങൾ പറയൂ, സുരേന്ദ്രൻ പറഞ്ഞ സത്യമാണെന്ന് സമ്മതിക്കൂ, അത് കഴിഞ്ഞിട്ട് പോവാം. നോക്കൂ, ഈ സുരേന്ദ്രൻ പറഞ്ഞ സത്യസന്ധമാണോ അല്ലയോ, ഫാക്ച്വലി കറക്റ്റ് ആണോ അല്ലയോ? ഗണപതി വട്ടം എന്ന് സുൽത്താൻ ബത്തേരിയെ ചോദ്യം അഭിലാഷ്, കെ സുരേന്ദ്രൻ പറഞ്ഞ ഫാക്ച്വലി കറക്റ്റ് ആണോ അല്ലയോ? അല്ല, അത് പൂർണ്ണമായും ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ സ്ഥലത്തിന് പല പേരുകൾ, പല രേഖകൾ, ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ ചരിത്രകാരൻ MGS നാരായണൻ ആണല്ലോ. വാജ്പേയിയുടെ കാലത്ത് ICHR ഉണ്ടായിരുന്ന MGS നാരായണൻ പറയുന്നത് എന്താണ്? MGS നാരായണൻ പറയുന്നത് ഈ പ്രദേശത്തിന്റെ, ബത്തേരി പ്രദേശത്തിന്റെ ഏറ്റവും ആദ്യത്തെ നാമം ഹരനേഡു ബേദി എന്നായിരുന്നു. 12 തെരുവുകൾ എന്ന് കന്നഡികയിൽ അർത്ഥം വരുന്ന ഹരനേഡു ബേദി, അത് ഹൊയ്സാല ഇൻസ്ക്രിപ്റ്റിൽ വരെയുള്ളതാണ്. അപ്പൊ ബത്തേരിയുടെ പേര് ഹൈനേരു ബേദി എന്ന് മാറ്റണമെന്ന് എനിക്ക് ആവശ്യപ്പെട്ടൂടെ? അപ്പൊ ഗണപതി വട്ടം എന്നാണോ എല്ലാ കാലത്തും ബത്തേരി അറിയപ്പെട്ടുകൊണ്ടിരുന്നത്? അല്ല, നിങ്ങൾ ആവശ്യപ്പെട്ടോ? അപ്പൊ അല്ല, ഇപ്പൊ ബത്തേരിയുടെ പഴയ പേര് ഗണപതി വട്ടം എന്നാണ് എന്ന് ഞാൻ സമ്മതിക്കണം. ബൗദ്ധിക സത്യസന്ധത പുലർത്തണമെന്നല്ലേ അങ്ങ് ആവശ്യപ്പെട്ടത്? എത്ര പേരുകൾ ഇതേ സ്ഥലത്തിന് മുമ്പ് ഉണ്ടായിരുന്നു? ഞാൻ പറയുന്നത്, ഞാൻ വെറുതെ പറയുന്നതല്ല. MGS നാരായണനെ കോട്ട് ചെയ്തു. MGS നാരായണൻ 2015 ഡെക്കാൻ ക്രോണിക്കലിന് കൊടുത്തൊരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ സ്ഥലത്തിന്റെ ഏറ്റവും പഴയ പേര്, അതായത് ലഭ്യമായിട്ടുള്ള ഏറ്റവും പഴയ പേര് ഹന്നരേഡു ബേദി എന്നായിരുന്നു. പിന്നെ ഇത് കിടങ്ങാട് ബസ്തി എന്നറിയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഹന്നരേഡു ബേദി എന്നറിയപ്പെട്ടിരുന്ന കിടങ്ങാട് ബസ്തി എന്ന് പിന്നീട് അറിയപ്പെട്ടിട്ടുള്ള, ഗണപതി വട്ടം എന്നറിയപ്പെട്ടിട്ടുള്ള, സുൽത്താൻ ബത്തേരി എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു പ്രദേശത്തിന്റെ പേര് ഇന്നത് തന്നെ ആവണമെന്ന് നിർബന്ധം പിടിക്കുന്നതിന്റെ പൊരുളാണ് എനിക്ക് മനസ്സിലാവാത്തത്. അഭിലാഷിന് മനസ്സിലാവാത്ത കാര്യം എന്ന് പറയുന്നത്, അഭിലാഷ് ഇവിടെ ചർച്ചയിൽ ഉന്നയിക്കാൻ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന അജണ്ട എന്ന് പറയുന്നത്, CPM-ന്റെയും കോൺഗ്രസിന്റെയും അജണ്ട എന്ന് പറയുന്നത്, കെ സുരേന്ദ്രൻ പറഞ്ഞത് ഒരു കളവാണ്, അതല്ലെങ്കിൽ സുരേന്ദ്രൻ പറഞ്ഞത് സത്യമല്ല എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സെക്കൻഡ് അല്ല, പ്രസക്തി ഞാൻ പറയുന്നേ ഇല്ല അഭിലാഷേ. സത്യസന്ധതയുടെ പ്രശ്നമാണെങ്കിൽ ചരിത്രത്തിൽ ഈ പ്രദേശത്തെ രേഖപ്പെടുത്തിയിട്ടുള്ള മുഴുവൻ പേരുകളും അങ്ങനെയാണെങ്കിൽ നമുക്ക് ചർച്ചയിലേക്ക് കൊണ്ടുവരാം. ഞാൻ പറഞ്ഞല്ലോ, ഹൊയ്സാല ലിഖിതങ്ങളിൽ തുടങ്ങി ഇങ്ങോട്ട് നമ്മുടെ ചരിത്രകാരന്മാർ ഇതേ പ്രദേശത്തെ വിശദീകരിക്കുന്ന ഒരുപാട് പേരുകളുണ്ട്. ഓരോ നൂറ്റാണ്ടിലെയും പേരിനെ ഇപ്പൊ നമ്മൾ ഈ 21ാം നൂറ്റാണ്ടിൽ ഏതാണ്? നിങ്ങൾക്ക് വിദണ്ഡവാദങ്ങൾ ഉന്നയിക്കാൻ സാധ്യമല്ല. സുരേന്ദ്രൻ പറഞ്ഞ പേരും ഇന്ന് ഒരു സെക്കൻഡ് ആയിക്കോട്ടെ, നിങ്ങളെ വാദം അവിടെ ഇരിക്കട്ടെ. അഭിലാഷേ, നിങ്ങളെ വാദം അവിടെ ഇരിക്കട്ടെ. ഞാൻ പറയും, സുരേന്ദ്രൻ ഉന്നയിച്ച വാദം എന്ന് പറയുന്നത് ഈ സ്ഥലത്തിന്റെ പേര് ബത്തേരിക്ക് മുമ്പ് ഗണപതി വട്ടം എന്നായിരുന്നു എന്ന് സുരേന്ദ്രൻ പറഞ്ഞതിൽ തെറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടോ, ചരിത്രപരമായ തെറ്റുണ്ടോ എന്ന് ആദ്യം പറയണം. ഇതിന്റെ പേര് ഗണപതി വട്ടം എന്നായിരുന്നു. അതിനു മുമ്പ് ഏത് പേരുണ്ടോ സുരേന്ദ്രൻ പറഞ്ഞിട്ടില്ല. സുരേന്ദ്രൻ പറഞ്ഞത് ബത്തേരിക്ക് മുമ്പ് ഗണപതി വട്ടം എന്നായിരുന്നു. ആണോ അല്ലയോ? ആണോ അല്ലയോ? സുരേന്ദ്രൻ പറഞ്ഞത് ഫാക്ച്വലി കറക്റ്റ് ആണോ അല്ലയോ? അല്ല അഭിലാഷേ, ഒറ്റ കാര്യം, അഭിലാഷിന്റെ വാദമല്ല അഭിലാഷ്, എന്റെ ശബ്ദം കുറച്ച് വെച്ചിട്ട് ഞാൻ പറയുന്നത് എന്റെ വാദമല്ല, അങ്ങനെ പല പേരൊന്നുമില്ല പോലെയുള്ള ഏറ്റവും ആധികാരികമായി പറയാൻ കഴിയുന്ന രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പല പേരുണ്ടായിരുന്ന ഒരു പ്രദേശത്തിന്റെ ഒരു പേര് ഇപ്പൊ ഇതിന് അങ്ങനെ മാറ്റണം എന്ന് പറയുന്നത് ചോദ്യം.
അഭിലാഷേ താങ്കളുടെ ചർച്ചയിലെ അജണ്ട വിജയിക്കാൻ വേണ്ടി മണ്ടത്തരം എഴുന്നള്ളിക്കരുത്. ഞാൻ പറഞ്ഞ കാര്യം സുരേന്ദ്രൻ പറഞ്ഞ കേൾക്ക്, ഞാൻ പറയുന്നത് കേൾക്ക്. അഭിലാഷേ ഞാൻ പറയുന്നത് കേൾക്ക്. നിങ്ങൾ അജണ്ട നിങ്ങൾ സെറ്റ് ചെയ്യില്ല. ഞാനങ്ങ് പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞങ്ങ് പറയട്ടെ. ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞ മണ്ടത്തരം ഞാൻ പറയാം. നിങ്ങൾ MGS നാരായണന്റെ കാര്യം ഗൂഗിൾ ചെയ്ത് പിടിച്ചു. നിങ്ങൾ സുൽത്താൻ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോളാം. നിങ്ങൾ തർക്കിക്കാതെ നിങ്ങൾ ബഹളം വെച്ച് ഞാൻ പറയുന്നത് കേൾക്കാതിരിക്കാനുള്ള ശ്രമം. ഞാൻ പറഞ്ഞ കാര്യം മണ്ടത്തരമാണ്. ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. നിങ്ങൾ ബഹളം വെക്കില്ലേ? അഭിലാഷേ ഞാൻ പറയട്ടെ മണ്ടത്തരം ഞാൻ പറഞ്ഞുതരാം. സുരേന്ദ്രൻ പറഞ്ഞ കാര്യം എന്താ? ബത്തേരിയുടെ തൊട്ടു മുമ്പുള്ള സ്ഥലനാമം അത് ഗണപതി വട്ടം എന്നായിരുന്നു. അത് എവിടെ പറയുന്നതാണ്? ചരിത്ര രേഖകൾ പറയുന്നതാണ്. വെറും ചരിത്ര രേഖയല്ല, കേരള സർക്കാരിന്റെ രേഖയിൽ പറയുന്നതാണ്. ഏത് രേഖ? സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ചരിത്രമെന്ന് എഴുതിയതിൽ ഞാൻ വായിച്ചു തരാം. ഒരു സെക്കൻഡ്. കണ്ടിട്ടാണ് അഭിലാഷ് അത് കാണാത്ത വഴി പറയുന്നത്. സുരേന്ദ്രനെ കള്ളനാക്കണം, സുരേന്ദ്രൻ തെറ്റു പറഞ്ഞു എന്നാക്കണം. ആ പരിപാടി കയ്യിൽ വെച്ചേക്ക്, ആ പരിപാടി കയ്യിൽ വെച്ചേക്ക്. നിങ്ങൾ അജണ്ട കയ്യിൽ വെച്ചിട്ട് ചർച്ച ഇരുന്നാൽ മതി. നിങ്ങൾ MGS നാരായണന്റെ വാദം കൊണ്ട് വരല്ലേ? ഒരു മിനിറ്റ് പരാജയപ്പെടുന്ന സമയത്ത്, അജണ്ട പൊളിയുന്ന സമയത്ത് CPM-ന് വേണ്ടി വിടുപണി എടുക്കുന്ന മാധ്യമ പ്രവർത്തക, നിങ്ങൾ ഈ അജണ്ട പൊളിയുന്ന ആ ഭൗതിക സത്യസന്ധത കാണിക്ക്. വിടുപണിയാണ് എടുക്കുന്നത്, CPM-ന് വേണ്ടിയുള്ള വിടുപണിയാണ് എടുക്കുന്നത്. ഒരു കാര്യത്തിൽ ഉത്തരം പറയാൻ വാദം ചോദ്യം ചോദിക്കുന്ന ആളെ എന്തോ അങ്ങ് ആക്കി കളയാമെന്നൊക്കെ ഉള്ളത് അങ്ങ് ശാഖയിൽ വെച്ചാൽ മതി സന്ദീപ്. ഇവിടെ വേണ്ട, അതൊക്കെ ശാഖയിൽ സുരേന്ദ്രനെ ആക്ഷേപിക്കാൻ വേണ്ടി നിങ്ങളുടെ കയ്യിലുള്ള സർക്കാർ രേഖ മറച്ചു വെച്ചു. ഇപ്പൊ പറയാ കയ്യിലുണ്ട്, കണ്ടുവെന്ന് നിങ്ങൾ പറയാത്തത്. നിങ്ങളുടെ കയ്യിൽ സർക്കാർ രേഖ ഉണ്ടല്ലോ. അതൊക്കെ ശാഖയിൽ വെച്ചിട്ട് വന്നാൽ മതി സന്ദീപേ. ഞാൻ പറയുന്നത് ചരിത്രമാണ്. ഞാൻ കോട്ട് ചെയ്തത് എനിക്ക് മാധ്യമ സ്ഥാപനത്തിൽ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കോ ഒന്നും സർട്ടിഫിക്കറ്റ് തരാൻ ആയിട്ടില്ല. ആയിട്ട് വാ, എന്താ ആലോചിക്കാം. അല്ലാതെ ആളുകളെ നെയിം കോളിംഗ് ചെയ്ത് നിങ്ങൾ ഔദാര്യത്തിൽ കിട്ടിയ പണിയുടെ പേരിലാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ CPM-ന് വേണ്ടി പണിയെടുത്തോ? എനിക്ക് കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. നിങ്ങൾ CPM-ന് വേണ്ടി പണിയെടുക്കാൻ എന്താ പ്രശ്നമുള്ളത്? പറയും ഞാൻ പറഞ്ഞ കാര്യത്തിന്റെ ചരിത്രപരതയെ നിങ്ങൾക്ക് വെല്ലുവിളിക്കാം. ഐ ചാലഞ്ച് യു. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യത്തിന്റെ ചരിത്രപരതയെ നിങ്ങൾക്ക് ഖണ്ഡിക്കാമെങ്കിൽ ഐ ചാലഞ്ച് യു. നിങ്ങൾക്ക് പറ്റുമോ? ഞാൻ പറഞ്ഞത് ഈ പ്രദേശത്തിന്റെ പേരിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞത് MGS നാരായണൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് ആധികാരികമായ ചരിത്രമാണ്. അതെനിക്ക് ബോധ്യമുണ്ട്. അതെനിക്ക് ബോധ്യമുണ്ട് സന്ദീപേ, അതെനിക്ക് ബോധ്യമുണ്ട്. ആ ബോധ്യത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ ഒരു കാര്യം, ഒരു വസ്തുത, ഒരു ചരിത്രം പറഞ്ഞ ഉടനെ അങ്ങ് CPM പേടിച്ചു. അങ്ങനെയൊക്കെ പേടിക്കുന്നവരുണ്ടാവും. എന്നെ കൂട്ടണ്ടാതിൽ കേട്ടോ. അങ്ങനെയൊക്കെ പേടിക്കുന്നവരുണ്ടാവും. നിങ്ങളൊരു ചോദ്യം ചോദിച്ചാൽ, ഞാനൊരു ചോദ്യം ചോദിച്ചാൽ താങ്കൾക്ക് ആധികാരികമായി അങ്ങനെയേ പറയാവൂ.
ആധികാരികമായി വസ്തുതാപരമായി ചരിത്രപരമായ ഉത്തരങ്ങൾ അല്ലാതെ ഉത്തരം മുട്ടുമ്പോ ചോദ്യം ചോദിക്കുന്നവരെ നിങ്ങൾ കൈയുള്ള രേഖ കണ്ടിട്ട് മറച്ചു വെച്ചു. കൈയിലുള്ള രേഖ കണ്ടിട്ട് മറച്ചു വെച്ചു. സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റി രേഖയിലുണ്ടായിട്ട് നിങ്ങൾ മറച്ചു വെച്ചു. നിങ്ങൾ കള്ളത്തരം കാണിച്ചു. ആധികാരികമായി ഞാൻ പറഞ്ഞല്ലോ പൊതുസമൂഹത്തോട് നാണം കെട്ടിരിക്കുകയാണ്. പൊതുസമൂഹം എന്ന് പറയുന്നത് പറയിപ്പിച്ചാണ് ആവശ്യമില്ലാത്ത പൊതുസമൂഹം എന്ന് പറയുന്നത് നിങ്ങൾ എണ്ണുന്ന ആളുകളാണോ? ആരാണ് ഈ പൊതുസമൂഹം? ഞാൻ പറഞ്ഞ ചരിത്രം, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും താങ്കൾ ഞാൻ പറഞ്ഞത് ഏതെങ്കിലും മണ്ടത്തരമാണെങ്കിൽ ആ മണ്ടത്തരം എന്താണെന്ന് താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാം. ഞാൻ പറഞ്ഞത് ചരിത്ര വിരുദ്ധമാണെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. വസ്തുതാ വിരുദ്ധമാണെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. രേഖയാണ് മിസ്റ്റർ. ഇവിടെ ചരിത്രം ഇൻസ്ക്രിപ്റ്റുകളുടെ രൂപത്തിൽ, ചരിത്ര ഗ്രന്ഥങ്ങളുടെ രൂപത്തിൽ, ചരിത്ര പ്രബന്ധങ്ങളുടെ രൂപത്തിലുണ്ട്. അങ്ങനെയാണ് ഏതോ മുനിസിപ്പാലിറ്റിക്കാരൻ വിക്കിപീഡിയ നോക്കി എഴുതിയ സാഹിത്യത്തെ റഫർ ചെയ്യേണ്ട കാര്യം എനിക്കില്ല. ഏതോ മുനിസിപ്പാലിറ്റിക്കാരൻ വിക്കിപീഡിയ നോക്കി എഴുതിയ ചരിത്രത്തെ റഫർ ചെയ്യേണ്ട കാര്യം എനിക്കില്ല. നിങ്ങളുടെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി ചരിത്രത്തെ റഫർ ചെയ്യേണ്ട കാര്യം എനിക്കില്ല. ഇവിടെ ചരിത്രകാരന്മാർ എഴുതി വെച്ചുള്ള ചരിത്രമുണ്ട്, ശിലാലിഖിതങ്ങളുടെ രേഖകളുണ്ട്, ഇൻസ്ക്രിപ്റ്റുകളുണ്ട്. എന്താണ് ഈ പ്രദേശത്തിന്റെ പേര്? എന്റെ അഭിലാഷം നാണമുണ്ടോ? ഇത് സുൽത്താൻ ബത്തേരി, അത് നിങ്ങൾ പറയാം. സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ്. ഏതോ മുനിസിപ്പാലിറ്റിക്കാരൻ വിക്കിപീഡിയ നോക്കി എഴുതിയതിനെ റഫർ ചെയ്യേണ്ട കാര്യം എനിക്കില്ല. സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയുടെ വെബ്സൈറ്റാ മിസ്റ്റർ. ഞാൻ പറഞ്ഞെന്താ, ഞാൻ ആരെയാ കോട്ട് ചെയ്തത്? ഞാൻ കോട്ട് ചെയ്തത് ആരെയാ? സർക്കാർ രേഖയാണ് നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ ഭയന്നിട്ട് നിങ്ങൾ CPM കയ്യിൽ വെച്ചാൽ നടക്കാൻ പോകുന്നില്ല. ചരിത്രകാരനാണോ? ഞാൻ കോട്ട് ചെയ്തത് MGS നാരായണനെയാണ്. MGS നാരായണൻ മുനിസിപ്പാലിറ്റിയുടെ രേഖ നോക്കേണ്ട അഭിലാഷേ. ഞാൻ സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റി രേഖ നോക്കേണ്ട അഭിലാഷം നാണമുണ്ടോ? CPM-ന്റെ ഔദ്യോഗിക രേഖ നോക്ക്, സർക്കാർ രേഖ നോക്ക്. സർക്കാർ രേഖയാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് കേൾക്കാതിരിക്കാൻ വേണ്ടി ബഹളം വെച്ചോണ്ട് ഒരു കാര്യമില്ല. ഞാൻ പറയുന്നത് കേൾക്കാതിരിക്കാൻ വേണ്ടി ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. പക്ഷേ നിങ്ങൾ തോറ്റു, തോറ്റുകിടന്ന് ഉരുളണ്ട. നിങ്ങൾ തോറ്റിട്ട് നിങ്ങൾ അജണ്ട പരാജയപ്പെട്ടു. സുരേന്ദ്രനെതിരായിട്ട് അജണ്ട പരാജയപ്പെട്ടു. നിങ്ങൾ ഇമാതിരി വാട്സാപ്പ് സാഹിത്യം മാതൃഭൂമിയുടെ അജണ്ട പരാജയപ്പെട്ടു. കേരളത്തിലെ ജനങ്ങൾ അങ്ങനെയല്ല എന്ന് പറയുന്നത് അത് പൗരബോധത്തിന്റെ ഭാഗമാണ്. സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയുടെ വെബ്സൈറ്റാണ്. ഇല്ലാത്ത കാര്യങ്ങൾ ഇതിനപ്പുറവും പറയും. ഇതുപോലെയുള്ള വ്യാജ ചരിത്ര നിർമ്മിതികളെ പരാജയപ്പെടുത്തുക എന്നതാണ് എനിക്ക് അജണ്ട. അത് തന്നെയാണ്. അങ്ങനെ ചർച്ച നടത്തണ്ട. ആ രീതിയിൽ ചർച്ച നടക്കില്ല. അങ്ങനെ ഒളിപ്പിച്ചു വെച്ച് ചർച്ച നടക്കില്ല. എന്റെ കാര്യം ഞാൻ തീരുമാനിക്കും. താങ്കളുടെ കാര്യം എന്റെ കാര്യം ഞാൻ തീരുമാനിക്കും. എന്നെ ഈ ഫ്ലോറിൽ വന്നിട്ട് ഏതെങ്കിലും പാർട്ടിക്ക് വേണ്ടി വിടുപണി എടുക്കുകയാണെന്ന് പറഞ്ഞാൽ അത് അതേപോലെ തിരിച്ചു പറയും. അതല്ലാതെ നിങ്ങളുടെ പാർട്ടിക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പെടുത്തണ്ട സന്ദീപേ. അത് തന്നെയാണ് വളരെ വ്യക്തമായി പറഞ്ഞത്. ഞാൻ പറയുന്ന കാര്യത്തിൽ എനിക്ക് ബോധ്യമുണ്ട്. എനിക്ക് ബോധ്യമുള്ളതേ ഞാൻ പറയൂ. എനിക്ക് ബോധ്യമുള്ളതേ ഞാൻ പറയൂ. എനിക്ക് ബോധ്യമുള്ളതേ ഞാൻ പറയൂ. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു വാചകത്തെ ഖണ്ഡിക്കാൻ ഞാൻ ഇന്ന് പറഞ്ഞതിനെ കുറിച്ചല്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞ ഏതെങ്കിലും ഒരു വാചകത്തെ ഖണ്ഡിക്കാൻ ഏതെങ്കിലും BJP-കാരനുണ്ടെങ്കിൽ പറഞ്ഞു വിട്, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഞാൻ ആരും ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞ വസ്തുതയെ, ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഞാൻ പറഞ്ഞ വസ്തുതയെ നിങ്ങൾ ഖണ്ഡിക്കോ? എന്താണ് അഭിലാഷേ? ഫാൻസിന് കയ്യടി വാങ്ങാനാണോ? നാണുണ്ടോ? ഫാൻസ് ഒക്കെ നിങ്ങൾക്കല്ലേ? നാണുണ്ടോ നിങ്ങൾക്ക്? ഫാൻസ് ഒക്കെ നിങ്ങൾക്കല്ലേ? ഞാൻ പറഞ്ഞ വസ്തുതയെ ഖണ്ഡിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ?
അത്രേ ഉള്ളൂ എന്റെ ചോദ്യം. ബാക്കിയൊക്കെ ഇവിടെ ഞാൻ നിങ്ങൾ പറഞ്ഞ വസ്തുത ഞാൻ ഖണ്ഡിക്കുന്നത് ഔദ്യോഗിക രേഖയിലാണ് ഇതിനെ പറയുന്നത്. ഞങ്ങളല്ല, CPM ആണ് ഉണ്ടെന്നല്ലേ താങ്കൾ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് എന്താ?